ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് വരാനിരിക്കുന്ന നിവിൻ പോളി ചിത്രമാണ്. ഒരുപാട് വലിയ ഹൈപ്പൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് പൊതുവേ നിവിൻ പോളി ചിത്രത്തിന് കിട്ടേണ്ട ഒരു ഹൈപ്പ് കിട്ടിയിട്ടില്ലേ എന്നുള്ള ഡൗട്ടുള്ള സിനിമയാണ്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുള്ള സിനിമ കൂടിയാണ്. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളിയാണ് അറിയാലോ, സ്ലീപ്പർ സെൽസിനെ ഉണർത്താൻ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കപ്പാസിറ്റി ഉള്ള നടന്മാരിൽ ഒരാളാണ് നിവിൻ പോളി. ഞാൻ പുതിയ യങ്സ്റ്റേഴ്സിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഇത്രയും ആ ഒരു ഫാമിലി ഓഡിയൻസിനെ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു നടനുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും മാന്ത്രികം ബത്ലഹേം കുടുംബ യൂണിറ്റിലെ പുതിയൊരു പാട്ടാണ്. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ഏടി, നിവിൻ പോളി, മമിത ബൈജു, അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ പാടിയിരിക്കുന്നത് ആരാണ്? വേറെ സിംഗർ MG ശ്രീകുമാർ. ഓക്കെ ഓഫ് കോഴ്സ്. ഇപ്പൊ കുറെ ആയിട്ട് MGയും ചിത്രയിച്ചൊക്കെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും നമുക്ക് നോക്കാം. 3 മിനിറ്റ് 22 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്. നമിത ഇതൊരു കാണാത്ത രീതിയിലുള്ള ലുക്കൊക്കെയാണ് അല്ലേ? മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം, കാടുകൾ കേറിയോ ഭാവന, ഈ കാറ്റിലാകെ ലില്ലി പൂത്ത വാസന, കാര്യമില്ലാതെന്റെ ഉള്ളിൽ മഞ്ഞുതുള്ളി വീണതെന്തിനാ. ഇതിന്റെ വോയിസ് വേറെ തന്നെയുണ്ട്. ചിത്രേന്റെയും MG ശ്രീകുമാറിന്റെയും ദാസന്റെ വോയിസ്. വിഷ്ണു വിജയ്, MG ശ്രീകുമാർ. ഭയങ്കര ഒരു പതിഞ്ഞ മ്യൂസിക് അല്ലേ? കണ്ണുകൾ കൊള്ളിമീൻ പോലവേ കൊള്ളവേ പുഞ്ചിരിച്ചു വേദന, തനിമ ചോരാത്ത സംഗീതമേ, അതിരെ കാത്തൊരാകാശമേ, ദൂരെ വിൺയാത്ര നടത്തുവാൻ എനിക്കെന്തിനൊരുക്കം, പാടി ബാക്കി വെച്ച പാട്ടിതോ പല പല രീതിയിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ അല്ലേ സോങ്? പാതി പങ്കുവെച്ച നോക്കിലോ പാടെ ഞാൻ മറന്ന രാഗമോ. ശശികുമാർ, ആകാശ് ജോസഫ്, അജ്മൽ സാബു, നമിത ഡിഫറെന്റ് ലുക്ക് ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ ഏതോ ദിവ്യമാകും കള്ളഭാവം എന്റെ നെഞ്ചിലാ. മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം, കാടുകൾ കേറിയോ ഭാവന, കാറ്റിലാകെ ലില്ലി പൂത്ത വാസന. ദൂരെ വിൺയാത്ര നടത്തുവാൻ എനിക്കെന്തിനൊരുക്കം, മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം, കാടുകൾ കേറിയോ ഭാവന, ഈ കാറ്റിലാകെ ലില്ലി പൂത്ത വാസന. സത്യത്തിൽ MGയുടെ വോയിസ് ഭയങ്കര മെൽറ്റിംഗ് വോയിസ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു മ്യൂസിക്കും ഇതും കൂടെ ഒന്ന് കണക്ട് ആവാത്ത പോലത്തെ എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്കല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തോ ഒരു എവിടെയോ ഒരു പ്രശ്നമല്ല പോലെ. എന്നാ പ്രശ്നം ഉണ്ടോ വെച്ചാൽ ഇല്ല, എന്നാ പ്രശ്നം അല്ലേ വെച്ചാൽ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ് എനിക്ക്. എൻ്റെ ഇടയിലൊരു പാട്ട് നിന്നിട്ടേ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ ആവണ സമയത്ത് ആ പാട്ടൊന്ന് നിന്നിട്ട് പിന്നെ വേറെ ഒന്നിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ആസ്വാദനം എവിടെയോ കട്ടായ പോലത്തെ ഒരു ഫീല് തോന്നി. ഒരു ഫ്ലോ ഇല്ലാത്ത പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് 100% നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം അതാണ് പിടിച്ച്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നല്ല ഭംഗിയുണ്ടോ, അത് വേണം പറയാം. നല്ല വിഷ്വൽസ്, നല്ല രസമുണ്ട്. മമിത ബൈജുവിന്റെ ഒരു
അപ്പിയറൻസ് ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ്ങിലും കോസ്റ്റ്യൂമിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം പിടിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അവർ തമ്മിൽ പ്രണയമോ എന്തോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിണങ്ങിയിട്ടുണ്ട്. ആ സമയത്തുള്ളൊരു പാട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഫീൽ ഗുഡ് സാധനം പിടിക്കാൻ വേണ്ടി തന്നെ ചെയ്തൊരു പാട്ട് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തോ എവിടെയോ ചില സാധനങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത പോലത്തെ ഒരു സംഭവം. MGയുടെ വോയിസും ആ കോറസ് വരുന്ന സമയത്തുള്ള ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ വേറൊന്നും പാട്ടിലേക്ക് അങ്ങോട്ട് ഒന്ന് മിക്സ് അല്ലാത്ത ഒരു അവിയൽ പരിവം പോലത്തെ ഫീല് തോന്നുന്നുണ്ട്. ഭയങ്കര സ്ലോ സാധനമാണ്, കേട്ടിരിക്കാൻ രസമൊക്കെ ഉണ്ട്. കേൾക്ക് ചിലപ്പോൾ ഓക്കെ ആകുമായിരിക്കും, മോശമാണെന്നെല്ലാം പറയണത്. പക്ഷെ ആ ഒരു സംഭവം എവിടെയോ എന്തോ ഒരു മിസ്സിങ് എലമെന്റ് ഉണ്ട്. എന്താന്ന് പറയാൻ അറിയണമില്ല. അത്രയും ഡീപ്പായിട്ട് അറിയുന്ന ആൾക്ക് ഒരു പക്ഷെ മനസ്സിലാവുമായിരിക്കും. ബട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സിനിമ കാണുമ്പോൾ അതങ്ങനെ ഫീൽ ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം ആ വിഷ്വൽസും ആ സിനിമ തരുന്നൊരു ഫീലും ആ ഇമോഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല രസമുള്ള പാട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സോങ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയോ ഒരു പ്രശ്നം തോന്നുന്ന സാധനങ്ങളൊക്കെ ആ ടൈമിൽ നമ്മൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് അത്രയും ഇൻവോൾവ് ആയി അത്രയും എൻഗേജ്ഡ് ആയി ഇരുന്ന് കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് സോങ്ങുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ആവുമെന്ന് ഞാൻ വളരെ 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 ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ നല്ല പാട്ടാണ്, മോശമൊന്നുമല്ല. ബട്ട് ആ പറഞ്ഞ ഇത് ഒരു മിസ്സിംഗ് എലമെന്റ് ഉണ്ട്. അങ്ങനെ തോന്നിയവർ തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. സോ ബത്ലഹേം കുടുംബം 21 ഓഗസ്റ്റിനാണ്. ഞാൻ തീർച്ചയായിട്ടും കാണാൻ വെയിറ്റ് ചെയ്യുന്ന പടമാണ്. ബട്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓണത്തിന് ഒരുപാട് പടങ്ങളാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ്, പിന്നെ ഏതൊക്കെയായിരുന്നു, ഒന്ന് അയാം ഗെയിം, പിന്നെ പൃഥ്വിയുടെ ഖലീഫൊക്കെ ഒടുക്കത്തെ പ്രൊമോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാം ഗെയിമും ഏറെക്കുറെ. സോ നിങ്ങൾ ഏത് പടം കാണും? എല്ലാം ഒരു ദിവസമല്ല, 20-ാം തീയതി 21-ാം തീയതി അങ്ങനെ അങ്ങോട്ട് മാറ്റേണ്ടി തോന്നുന്നു. എന്നാലും എല്ലാം കാണുമോ, അതോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഈ പറഞ്ഞ 3 സിനിമകളിൽ ഏതാണ്? അതൊക്കെ കമന്റിൽ രേഖപ്പെടുത്തു. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തതായിട്ട് കാണാം. കാണുന്നവരെ